ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന എയർ റോൾ എങ്ങനെ നെറ്റ് അടിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതെല്ലാവരും ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് എല്ലാ ആളുകളും ചെയ്യാറുള്ളത്. അപ്പോൾ ചുമരൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് എപ്പോഴും നാശമായിട്ട് വരാറാണ് പതിവ്. അപ്പോൾ അത് നമുക്കെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ എയർ റോൾ നമുക്ക് ആദ്യം എയർ റോളിൻ്റെ അളവ് സൈസ് അറിയണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്കത് വാങ്ങാൻ. എയർ റോളിൻ്റെ സൈസ് കിട്ടാനായിട്ട് കറക്റ്റായിട്ടൊന്ന് അളവ് എടുക്കേണ്ടതുണ്ട്. എയർ റോളിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് നോക്കുക. അപ്പോൾ ഏകദേശം ഇത് ഇവിടെ 2 അടിയിലും കൂടുതൽ കാണിക്കുന്നുണ്ട്. പിന്നെ നീളം വീതിയാണെങ്കിൽ 4 ഇഞ്ചോളം വരുന്നുണ്ട്. 4 ഇഞ്ച് വീതിയും 2.5 അടിയുടെ നമുക്കൊരു നെറ്റാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തതിന് ശേഷം കാണാം അതെങ്ങനെ ചെയ്യാമെന്നുള്ളത്. നമ്മുടെ അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റിക്കറൊക്കെ ഉള്ള ഒരു നെറ്റാണ് നമ്മൾ മേടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ മാത്രമായിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുറേ കാലം കഴിഞ്ഞാൽ അത് വിട്ടു പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതിന് ഡ്രില്ലടിക്കാൻ ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഡ്രില്ലും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാനുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നോക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു നെറ്റിൻ്റെ സ്റ്റിക്കറുകളൊക്കെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സിലിക്കോണായിട്ട് ഇങ്ങനെ ചെറിയ ട്യൂബൊക്കെ മേടിക്കാൻ കിട്ടും. വലിയ ട്യൂബിൻ്റെ ആവശ്യമില്ല. വലിയ ട്യൂബാണെങ്കിൽ ഗണ്ണൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ സിലിക്കോൺ ഗണ്ണ് എല്ലാവരുടെയും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ട്യൂബ് മേടിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഈ അടപ്പിൻ്റെ പോകുന്ന ബാക്ക് സൈഡ് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അതിങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് ഈ ഒരു പശയുടെ ഭാഗമാണ്, സ്റ്റിക്കർ ഒട്ടിച്ച ഭാഗമാണ് അടിയിലേക്ക് വരിക. ബാക്കിയുള്ള മേലെ ഭാഗം ഹോളിൻ്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ നമുക്ക് തേച്ച് കൊടുക്കേണ്ടതില്ല. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ സിലിക്കോൺ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പുകളിൽ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗം അടിയിലേക്ക് വരണം. ആ രീതിയിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇട്ട് മേലേക്കും ഇങ്ങനെ മുട്ടിച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സൈഡിൽ കൂടെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് മേലെ ഭാഗത്തു കൂടെ ഇങ്ങനെ ആ ഗ്യാപ്പ് വരാതിരിക്കാൻ, ചിലപ്പോൾ തേപ്പിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ കാരണം ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഗണ്ണ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വൃത്തിയിൽ നമുക്ക് സിലിക്കോൺ ഇടാം. നമ്മൾ ഗണ്ണ് യൂസ് ചെയ്യാണ്ട് ആണ് ഇവിടെ കാണിച്ചിറക്കുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഗണ്ണ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഇവിടുത്തെ എയർ റോൾ കറക്റ്റായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. സിലിക്കോണൊക്കെ സൈഡിൽ ഫില്ല് ചെയ്തിട്ട് കറക്റ്റാക്കിയിട്ട് ഒട്ടിയിട്ടുണ്ട്. ഈ എയർ റോളിൽ ഈ സിലിക്കോൺ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ മുകളിൽ പരമാവധി ആവാണ്ടിരിക്കാൻ നോക്കണം. കാരണം ആയിക്കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് ആ സിലിക്കോൺ ഒട്ടാനുള്ളൊരു ടൈമിങ് വരും. മറ്റേതാണെങ്കിൽ കറക്റ്റായിട്ട് ആ പശ അതിൻ്റെ മുകളിൽ ചുമരുമ്പോൾ ഫിക്സ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കറക്റ്റായി ശ്രദ്ധിക്കുക. പിന്നെ സൈഡിലും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി കറക്റ്റായിട്ട് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സൈഡിൽ കൂടെ പ്രാണികളും കൊതു അങ്ങനെയുള്ളതൊക്കെ വരുന്നതൊക്കെ ഇല്ലാതാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.